നേന്ത്രപ്പഴം കൊണ്ട് എണ്ണയിലൊന്നും പൊരിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേന്ത്രപ്പഴം ഇതുപോലെ കനം കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. നല്ല പഴുത്ത പഴമാകുമ്പോൾ ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉടഞ്ഞു വരും കേട്ടോ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ പാല് വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം പഴത്തിൽ നേന്ത്രപ്പഴമാണ് അത്യാവശ്യം നല്ല മധുരമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഇപ്പോൾ കൂടുതൽ മധുരമൊക്കെ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഒക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കഴിയുമ്പോൾ തന്നെ പാലൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് തുടങ്ങും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പാനിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഉരുളയായിട്ടും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടമാണ്, നീളത്തിൽ ഉരുളയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പരത്തിയിട്ടോ ഒക്കെ ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. കട്ട്ലറ്റിൻ്റെ അത്രക്ക് അങ്ങ് വലുപ്പമായിട്ട് ആക്കിയിട്ടില്ലെങ്കിലും ഇതുപോലെ ചെറിയ ഓരോ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാം. ഇനി നമ്മളിതാ നേരത്തെ ആ ഒരു പാൻ തന്നെയാണ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. കഴുകണമെന്നില്ല, ഇതിനൊന്നും അടിയിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കഴുകണമെന്ന് നിർബന്ധമല്ല, വേണമെങ്കിൽ കഴുകിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. മെൽറ്റായതിനു ശേഷം ഒന്നങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നെയ്യൊന്നും വേണ്ട. ഇനി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും അങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്